തങ്ങളെ വേദനിപ്പിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. ഓറിയന്റലിസ്റ്റുകാരുണ്ട്, നബി തങ്ങളെ കളിയാക്കുന്നവർ അന്നും ഇന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിറയുണ്ട്. നമ്മൾ തങ്ങളെ വേദനിപ്പിക്കരുത്. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ചിന്തിക്കുക, എൻ്റെ നബിതങ്ങൾ എന്തായിരിക്കും എന്നെ നോക്കിയിട്ട് ആലോചിക്കുന്നുണ്ടാവുക. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ അവരുടെ മകള് കരയുന്നുണ്ട്. എന്തിനാ മോളെ കരയണത്? വാപ്പാനെ നരകത്തിലിടുമെന്ന് പേടിച്ചിട്ടാ. വാപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്മുകൾ തീർത്തിട്ടുണ്ട്. അബൂബക്കർ ബിൻ അയ്യാശ് തങ്ങൾ ഇരുന്ന കട്ടിലയും ബെഡും ബെഡ്ഷീറ്റും ചുമരും വാതിലും ലൈറ്റും ഫാനും എല്ലാം 18,000 ഖത്മുകളുടെ കഥ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ കഥ പറയുമ്പോൾ നമ്മുടെ കട്ടിലയും നമ്മുടെ ഫാനും നമ്മുടെ ട്യൂബും എല്ലാം എന്താണ് കഥ പറയേണ്ടത്? എത്ര റീൽസ് കണ്ടു എന്നാണ് പറയേണ്ടത്. ഒരു തവണ റസൂൽ നമ്മളെ വീട്ടിൽ വന്നു എന്ന് വിചാരിക്കുക. വന്നാൽ തങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണ് രാത്രി കാലത്ത് ലാസ്റ്റ് സീനിലൂടെ നടക്കുന്നത്. ഇനി നമുക്ക് റസൂലുള്ള വരാൻ പറ്റുന്ന റൂമായിരിക്കുമോ എന്ന് നമ്മുടെ റൂമിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് തങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റണം.